കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ആങ്സൈറ്റി അല്ലെങ്കിൽ അത്രയും ഒരു ടെൻഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് സെൽഫ് റിഫ്ലക്ട്. എന്തുകൊണ്ട് ഒരു ബിലീഫും ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരാളായിട്ട് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആവാൻ പറ്റുള്ളൂ. പ്രൊപ്പോസൽ വന്ന് ഐ സ്പോക്ക് ടു ദാറ്റ് ബോയ് ഓവർ ഫോൺ, ഐ എം വെരി ഹാപ്പി, കുഴപ്പമില്ല. പക്ഷെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് സീരിയസ് ആവാൻ പോകുമ്പോഴത്തേക്കും ഐ ബാക്ക് ഔട്ട്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു, പേടിയാവുന്നു, എനിക്ക് ഈ റിലേഷൻ പറ്റില്ല, ശരിയാവോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ. ഇന്നത്തെ കുട്ടികൾക്ക് കല്യാണത്തിനെ പറ്റി സംസാരിക്കുമ്പം തന്നെ ഒരു പേടിയാണ്. കല്യാണം കഴിക്കണ്ട എന്നുള്ള പേടി. വൈ ഷുഡ് ഐ ഗെറ്റ് മാരിഡ്, എനിക്ക് കല്യാണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ക്വസ്റ്റനിങ്സ് വരിക. സോ വൈ, എന്തുകൊണ്ട് ഇപ്പോഴത്തെ സർട്ടൻ പിള്ളേർക്ക് ഇങ്ങനെ കല്യാണത്തിനുള്ള പേടി? ഇറ്റ് ക്യാൻ ബി ക്വൈറ്റ് എക്സ്പീരിയൻസസ്, അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള സിറ്റുവേഷൻസ് കാരണം അങ്ങനെ വരാം, അല്ലെങ്കിൽ ചില സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കാരണം അങ്ങനെ വരാം. സോ ഫ്യൂ ഫാക്ടേഴ്സ് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പേടി ഡെവലപ്പ് ആയി എന്ന് നോക്കുമ്പോഴത്തേക്കും പാസ്റ്റ് ട്രോമാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്സിൽ തന്നെ വരുന്ന ട്രോമാസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ കണ്ട കപ്പിൾസ് ആവാം, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ആവാം, അവർ ഒരിക്കലും ഒരു ഹാപ്പി മാരിഡ് കപ്പിൾസ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ദർ വാസ് മെനി ട്രോമാസ്, അല്ലെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസ് വന്നു. അപ്പോൾ അവർ കണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്സ് അങ്ങനത്തെ റിലേഷൻഷിപ്സ് ആവാം, അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിലേഷൻഷിപ്സ് അങ്ങനത്തെ എന്തെങ്കിലും പാസ്റ്റ് ട്രോമാറ്റിക് റിലേഷൻസ് ആവാം. സോ ദാറ്റ് ക്യാൻ ബി വൺ ഫാക്ടർ വൈ അവർക്ക് കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുക. ഓർ ഇറ്റ് ക്യാൻ ബി ഫിയർ ഓഫ് ലോസ്. കാരണം ഇപ്പം ജനറലി എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാവർക്കും അവരുടെ ആയ ഒരു കാര്യങ്ങളും തോട്ട്സും പേഴ്സണൽ ഗോൾസും ഒക്കെ കാണും. സോ ആ ഒരു ഇൻഡിപെൻഡൻസ് പോവോ, ഞാൻ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും കമ്മിറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു വാട്ട് ഐ ലൈക്ക്, എൻ്റെ ഫ്രീഡം പോവും, എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കാൻ പറ്റില്ല. സോ അവർ ഓവർ തിങ്ക് ചെയ്തിട്ട് ഫ്രീഡം ലോസ് ആവുമോ എന്നുള്ള പേടി കാരണം ചിലപ്പം കല്യാണം വേണ്ട എന്ന് വെക്കുന്ന പിള്ളേരുണ്ട്. ഹൈ എക്സ്പെക്ടേഷൻസ് ചിലപ്പം ഫാമിലിയൽ എക്സ്പെക്ടേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാരണം, പിയർ പ്രഷേഴ്സ് കാരണം, മൈ പാർട്ട്ണർ ഷുഡ് ബി ദിസ് വേ, അല്ലെങ്കിൽ ആൾക്ക് ഇത്രയും ക്വാളിറ്റീസ് കാണണം, ഇത്രയും ശമ്പളം കാണണം, ഓർ ഹീ ഷുഡ് ഹാവ് സോ മച്ച് എക്സ്പെക്ടേഷൻസ്. ഫാമിലി അല്ലെങ്കിൽ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻസ്, അല്ലെങ്കിൽ അവരുടെ ആയ ഒരു എക്സ്പെക്ടേഷൻസ്, ആളിങ്ങനെ ഇത്രയും പഠിപ്പ് കാണണം, അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് ആയിരിക്കണം. സോ ഓൾ ദോസ് ആർ നമ്മുടെ ഒരു ഹൈ എക്സ്പെക്ടേഷൻസ്. ഓഫ് കോഴ്സ് എക്സ്പെക്ടേഷൻസ് വേണം, യു ക്യാൻ വിഷ്, പക്ഷെ യു ഷുഡ് ട്രൈ ടു ഹാവ് ഒരു റിയാലിറ്റി എക്സ്പെക്ടേഷൻ. സോ ആ ഒരു ഹൈ എക്സ്പെക്ടേഷൻസ് വെക്കുന്ന ആൾക്കാർക്ക് ഒരു ആങ്സൈറ്റി വരാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് എങ്ങനെ, ഹൗ വിൽ ഐ അക്സെപ്റ്റ് മൈ പാർട്ട്ണർ? സോ ആ ഒരു ഹൈ എക്സ്പെക്ടേഷൻസ് ക്യാൻ ബി വൺ ഓഫ് ദ റീസൺസ്. ഓർ ഇറ്റ് ക്യാൻ ബി കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് സെയിം വേ ആസ് ഐ ടോൾ. എൻ്റെ ഫ്രീഡം പോവോ, എൻ്റെ പേഴ്സണാലിറ്റി പോവോ, വിൽ ഐ നോട്ട് ബി ഏബിൾ ടു ഫോക്കസ് ഓൺ മൈ ഗോൾസ്? സോ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള മടി, കാരണം ദേ ആർ നോട്ട് ഏബിൾ ടു, മേ ബി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ കനോട്ട് ഗിവ് എ കമ്മിറ്റ്മെൻറ്റ്. ഓർ ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് നമ്മുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. സോ ചില ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും ചില പിള്ളേർക്ക് ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും. ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരിക്കലും ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല, അവരുടെ കൂടെ ആ ഒരു ക്ലോസ്നെസ് കാണിക്കാൻ പറ്റില്ല. സോ ഒരിക്കലും ഒരാളുടെ കൂടെ ഓപ്പൺ ആവാൻ പറ്റില്ല, ബിക്കോസ് ദേ ഡോണ്ട് ബിലീവ് ദി അതർ പേഴ്സൺ. ഒരു ബിലീഫും ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരാളായിട്ട് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആവാൻ പറ്റുള്ളൂ. സോ അവരുടെ ആ ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, അത് റീസൺസ് ആസ് ഐ ടോൾ ക്യാൻ ബി പാസ്റ്റ് ട്രോമാസ്, അല്ലെങ്കിൽ പാരന്റൽ റിലേഷൻഷിപ്സ്, അത് വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ ആ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരിക്കലും ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ദേ ഡോണ്ട് നോ ഹൗ ടു ബി ഓപ്പൺ വിത്ത് ഹിം, ഹൗ വിൽ ഐ ബി ക്ലോസ് ടു ഹിം, ഞാൻ എങ്ങനെ ഒരു പാർട്ട്ണറിനെ വിശ്വസിക്കാൻ പറ്റും, വാട്ട് ഇഫ് he cheats me, or what if he does all these to me? So ഒരിക്കലും ഒരു ട്രസ്റ്റിംഗ് ബോണ്ട് കാണില്ല. സോ ദാറ്റ് ക്യാൻ ബി വൺ ഓഫ് ദ റീസൺസ് വൈ ദേ ഫീൽ ദാറ്റ് നോ, ഐ കാൺട്ട് ഗെറ്റ് മാരിഡ്. സോ ഇതൊക്കെയാണ് ഫ്യൂ റീസൺസ് വൈ ജനറലി പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവാനായിട്ട്. സോ ഈ ഒരു ആങ്സൈറ്റി വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ചിന്തകൾ, വൺസ് മാരേജിൻ്റെ കാര്യം അല്ലെങ്കിൽ പ്രൊപ്പോസൽസിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറേ ചിന്തകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ തിങ്കിങ്സ് ഉണ്ട്, ഇങ്ങനത്തെ പേടീസ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി വൈ. സോ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഫ്യൂ സൊല്യൂഷൻസ് ദാറ്റ് ഐ ക്യാൻ ഗിവ് ഫ്രം മൈ സൈഡ്. ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഫ്യൂ സൊല്യൂഷൻസ്. ഒന്ന്, സെൽഫ് റിഫ്ലെക്ഷൻ. സോ വൈ,
ഇങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി പേടി വരില്ല. അതിൻ്റെ ബാക്കിൽ ഒരു റീസൺ കാണും. സോ സെൽഫായിട്ട് റിഫ്ലെക്റ്റ് ചെയ്യുക. വാട്ട് ആർ ദ റീസൺസ്? ഇങ്ങനെ ഒരു പേടി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പാസ്റ്റ് ട്രോമാസ് കാരണമാണോ, അല്ലെങ്കിൽ ഇഫ് ഐ ഹാവ് നോട്ട് സീൻ, ഞാൻ ഒരിക്കലും ഒരു ഹാപ്പി മാരേജ് കണ്ടിട്ടില്ല, അതാണോ എൻ്റെ ടെൻഷൻ, ഓർ ആം ഐ ബോതേഡ് അബൌട്ട് സംതിങ് എൽസ്, എൻ്റെ ഫ്രീഡം പോകുമെന്നാണ് ടെൻഷൻ. സോ സെൽഫായിട്ട് റിഫ്ലെക്റ്റ് ചെയ്യുക. വാട്ട് ആം ഐ ഗെറ്റിംഗ് സ്കെയർഡ് അബൌട്ട്? മാരേജ് അല്ല, മാരേജ് കാരണം എൻ്റെ ഒരു തോട്ടായിരിക്കും. ആ തോട്ടിനെ റിഫ്ലെക്റ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് വൺസ് യു ഐഡൻറ്റിഫൈ യുവർ തോട്ട്, സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. പ്ലസ് ഈ പറഞ്ഞ പോലെ ഫ്രീഡം പോവുക, പേഴ്സണൽ ഐഡൻറ്റിറ്റി പോവുക, സെൽഫ് എസ്റ്റീം പോവുക. സോ അതിന് ചെയ്യാൻ പറ്റുന്നത്, യു ഹാവ് യുവർ ഓൺ പേഴ്സണൽ ഗോൾ. ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാം. So if you have an identity, you know what you want. കാരണം ഒരു ഗോൾ ഇല്ലാതെ ഇഫ് യു ജമ്പ് ഇൻ ടു എ റിലേഷൻഷിപ്പ്, പറഞ്ഞ പോലെ യു ഡോണ്ട് നോ വാട്ട് ടു ഡു. സോ അവിടെ ചിലപ്പോൾ ഐഡൻറ്റിറ്റി പോവും, നമുക്കൊരു സെൽഫ് എസ്റ്റീം പോവാം, യു മൈറ്റ് ഫീൽ ലോ. സോ ഓൾവേസ് ഹാവ് എ ഗോൾ, ഓൾവേസ് ഹാവ് ഒരു ഐഡൻറ്റിറ്റി. സോ വൺസ് യു ഗോ ഫോർവേഡ്, അവിടെ ഒരിക്കലും നമ്മുടെ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നില്ല, ബിക്കോസ് യു ഓൾറെഡി ഹാവ് യുവർ ഗോൾ. സോ ആ ഒരു ഗോൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. യു സീ ഹൗ യു ക്യാൻ ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ് ഗോൾ. സോ ആ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിയും ഒരു ഗോൾ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ യു വിൽ ഫീൽ കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ്. സോ ഗോയിങ് ഇൻ ടു എ കമ്മിറ്റ്മെൻറ്റ് അത്രയും ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ആ ഒരു ആങ്സൈറ്റി നമുക്ക് അങ്ങ് കുറയ്ക്കാം. പ്ലസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, പേരൻസ് ആയിട്ടാണെങ്കിലും പാർട്ട്ണറായിട്ടാണെങ്കിലും. സോ ഇഫ് യു ആർ മീറ്റിംഗ് എ പേഴ്സൺ, യു വാണ്ട് ടു ഗോ ഫോർവേഡ്, പക്ഷെ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ജനറലി നമ്മൾ കേൾക്കുന്നതാണ്. പ്രൊപ്പോസൽ വന്ന് ഐ സ്പോക്ക് ടു ദാറ്റ് ബോയ് ഓവർ ഫോൺ, ഐ എം വെരി ഹാപ്പി, കുഴപ്പമില്ല. പക്ഷേ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് സീരിയസ് ആവാൻ പോകുമ്പോഴത്തേക്കും ഐ ബാക്ക് ഔട്ട്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു, പേടിയാവുന്നു, എനിക്ക് ഈ റിലേഷൻ പറ്റില്ല, ശരിയാവുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ. സോ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, വൺ പേരൻസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആളായിട്ട്, whoever it is. So openly എന്താണ് പേടി, what are you getting scared, ഇപ്പോൾ ഈ റിലേഷൻ കണ്ടിന്യൂ ആയാൽ what will it be, എൻ്റെ ഫോൾസ് എന്തായിരിക്കും, how will I go forward. ആ ഒരു ഓപ്പൺ ആയിട്ട് ഇതൊന്ന് ഈ ഒരു പേടിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കല്യാണത്തിനെ പറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ വിൽ ബിക്കം ഹെൽത്തി. പേരൻസ് ആണെങ്കിലും, കാരണം പേരൻസിന് അറിയത്തില്ല why you getting scared. സോ അവർ ചോദിക്കുമായിരിക്കും ഇതിലൊക്കെ എന്തിനാ പേടിക്കാനിരിക്കുന്നത്, എന്തിനാ ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. സോ അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സെയിം വേ ഇഫ് ഇറ്റ്സ് യുവർ പാർട്ട്ണർ. സോ പാർട്ട്ണറിനോടും ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നോക്കുക. പിന്നെ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും അബൌട്ട് മാരേജ്, what to expect, എങ്ങനെയാണ്, start reading about books that are there. So once you understand marriage എന്താണ്, what you can do, how you can go forward എന്നുള്ള ഐഡിയ കിട്ടിയാൽ തന്നെ നമ്മുടെ ഒരു ആങ്സൈറ്റി അവിടെ തീരും. പ്ലസ് പ്രീ മാരൈറ്റൽ കൗൺസിലിംഗ്. സോ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്, കുറേ കൗൺസിലിങ്സ് ഉണ്ട്. സോ പ്രീ മാരൈറ്റൽ കൗൺസിലിംഗിൽ ഇതൊക്കെ ഒരു ജിസ്റ്റിൽ ദേ വിൽ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. കാരണം നമുക്ക് കുറേ ഓവർ തിങ്കിങ് കാരണം വി വിൽ തിങ്ക് എക്സ്ട്രീം. കാരണം ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ ഒരു മാരേജ് ജീവിതത്തിലോട്ട് പോകുമ്പോഴത്തേക്കും. പക്ഷെ നമ്മൾ ഈ ഓവർ തിങ്കിങ് കാരണം നമ്മൾ ഭയങ്കര എക്സ്ട്രീം ആലോചിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് മാരേജ് ലൈഫ് പറ്റില്ല എന്ന് പറഞ്ഞ് ബാക്ക് ഔട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ട്. സോ ഇഫ് യു ആർ ഏബിൾ ടു ജോയിൻ ദിസ് പ്രീ മാരൈറ്റൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ്സ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ അല്ല, ഗ്രൂപ്പ് കൗൺസിലിങ്സ് കാണും, കുറേ സെഷൻസ് കാണും, വർക്ക്ഷോപ്സ് പോലെ. സോ അങ്ങനെ ഓൺലൈനോ ഓഫ്ലൈനോ വാട്ട് എവർ ഇറ്റ് ഇസ് ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കുറേ ഓവർ തിങ്കിങ്ങും കുറേ ഡൗട്ട്സും അവിടെ ക്ലിയർ ആവും. സോ ആ ഒരു മാരേജിനെ പറ്റിയ ഒരു കോൺസെപ്റ്റ്സ് ചിലപ്പോൾ നമ്മുടെ റോങ് ആയിരിക്കും, അത് ഇച്ചിരം കൂടെ ഒന്ന് ക്ലിയർ ആവും. ആൻഡ് സോ ദാറ്റ് ഈസ് ഹൗ ഫ്യൂ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു. ഒരു കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ആങ്സൈറ്റി അല്ലെങ്കിൽ അത്രയും ഒരു ടെൻഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് സെൽഫ് റിഫ്ലെക്ട് എന്തുകൊണ്ട്, ആൻഡ് ദെൻ ആഫ്റ്റർ ദറ്റ് യു ക്യാൻ ടേക്ക് സ്റ്റെപ്സ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക, ഓർ യു ക്യാൻ ടോക്ക് ടു സമൺ ഹൂ യു ബിലീവ് വെരി മച്ച്, ഹൂ ക്യാൻ ഗൈഡ് യു വെരി മച്ച്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇഫ് സ്റ്റിൽ യു ഫീൽ പറ്റുന്നില്ല, യു ആർ നോട്ട് ഏബിൾ ടു ഗോ ഫോർവേഡ്, എവിടെയോ യു ആർ ഗെറ്റിംഗ് സ്റ്റക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റി കാരണം ബാക്ക് ഔട്ട് ചെയ്യുകയാണ്, then you can take professional help where everyone will be willing to help you. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എങ്ങനെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാം, how are you going to cope this up. So these are few steps ഒരു മാരേജിന് എങ്ങനെയാണ് you are going to face a marriage. Okay, thank you.